ഓമനമാരെ കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ ഈ പ്രാവശ്യത്തെ നവരാത്രി പൂജയെ പറ്റിയിട്ട് ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. കേൾക്കുമോ? ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ ഇതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളെ ഈ പ്രാവശ്യത്തെ നവരാത്രി ആഘോഷം ഒരു 3-ാം തീയതി തുടങ്ങി ഈ മാസത്തിൽ. എന്നിട്ട് എത്ര ദിവസം ഉണ്ടാവും? 13-ാം തീയതി വരെ ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഈ 13-ാം തീയതി വരെ ആയത്? ഈ പ്രാവശ്യം ഒരു ദിവസം കൂടുതലാണ്. അപ്പോൾ 13 അതിൽ എത്ര ദിവസമായി? ഇപ്പം 10 ദിവസം എന്നുള്ളത് 9 ദിവസം ശരിക്കും പറഞ്ഞാൽ. അത് 10-ാം ദിവസം നമ്മൾ പുസ്തകങ്ങളൊക്കെ എടുക്കുന്നു, അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ പ്രാവശ്യം അത് 10 ആയിട്ട് പുസ്തകങ്ങൾ എടുക്കാൻ 11 അങ്ങനെ വരികയല്ലേ. അപ്പോൾ അതിൻ്റെ കഥ പറഞ്ഞു തരാം, കേട്ടോളൂ. അതായത് നമ്മൾ ഈ ദിവസങ്ങളിൽ, അതായത് വിജയദശമി മുതൽ വിജയദശമി പിന്നെ ആണ് നമ്മൾ പുസ്തകങ്ങൾ എടുക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. കേട്ടോളൂ കേട്ടോ. ഈ ദിവസങ്ങളിൽ നമ്മൾ സാധാരണഗതിയിൽ എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? പുസ്തകങ്ങളാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് പൂജയ്ക്ക് വെക്കുന്നത്. അതേ സമയത്ത് ഈ ആയുധ തൊഴിലാളികൾ, പിന്നെ വർക്ക്ഷോപ്പുകൾ, ഈ മോട്ടോർ ചില കമ്പനികൾ, അങ്ങനെയുള്ള സംഗതികളൊക്കെ അവരുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ ആയുധമാണ് പൂജയ്ക്ക് വെക്കുക. ഇത് മൂന്നാമതൊരു പൂജക്കാർ കൂടിയുണ്ട്. അതാരാ? നമ്മൾ ഈ നൃത്തം ചെയ്യുന്ന സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ, നടനം. അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവരുടെ ചില ഉപകരണങ്ങൾ, പിന്നെ എന്താ പറയുക, ഈ ചെലങ്കകൾ, അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെയാണ് പൂജയ്ക്ക് വെക്കുന്നത്. അതൊക്കെ എന്തിനാ പൂജയ്ക്ക് വെക്കുന്നറിയാമോ? ദേവിയുടെ പ്രീതി ഉണ്ടാവും എന്നുള്ള ഒരു സങ്കല്പമാണ്. അതിനാണ് പൂജയ്ക്ക് പുസ്തകങ്ങൾ, ഈ പണിയായുധങ്ങൾ, മറ്റേ ഈ ചെറിയ ചിലങ്കുകൾ, അതോടുകൂടിയുള്ള മറ്റു ഉപകരണങ്ങൾ എല്ലാം തന്നെ വെക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ദിവസങ്ങളിൽ ഈ മഹിഷാസുരൻ, കുറേ അസുരന്മാരെ പേര് പറഞ്ഞുതരാം. മഹിഷാസുരൻ, ചണ്ഡാസുരൻ, രക്തബീജൻ, ശുംഭന്മാർ, ധൂമ്രലോചനൻ, മുണ്ടാസുരൻ, ഇങ്ങനെ കുറേ ആസുരന്മാരെ വകവരുത്തേണ്ടതുണ്ട്. കാരണം അവരെ കൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടായിട്ടാവും എനിക്ക് കാലത്ത് നമുക്കറിയില്ല. അപ്പോൾ അവരെ വകവരുത്താൻ ഈ ദേവി മാത്രം വിചാരിച്ച് നടക്കില്ല. അപ്പം ദേവി എന്ത് ചെയ്യണം? ദേവി ശക്തിയുടെ ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ 9 ദിവസങ്ങളിൽ ദേവി ഓരോ ദേവികളെ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ശക്തി നേടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പൂജ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം 3 ദിവസങ്ങളിൽ എന്തിനെ പറ്റിയാണ് പൂജിക്കുന്നതെന്നറിയോ? ദേവി നമ്മുടെ പാർവതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട്, ശക്തിയുടെ രൂപമായ പാർവതി ദേവിയെയാണ് സങ്കല്പ പൂജ നടക്കുന്നത്. എത്ര ദിവസം? 3 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ള 3 ദിവസം എന്താ ചെയ്യുന്നത്? മഹാലക്ഷ്മി, ശക്തിയുടെ അടുത്ത രൂപമാണ്. ആ രൂപം മഹാലക്ഷ്മിയെയാണ് പിന്നെ 3 ദിവസം പൂജിക്കുന്നത്. അത് കഴിഞ്ഞാലും പിന്നെ ദിവസം ഉണ്ടല്ലോ. അപ്പോൾ ആ 3 ദിവസങ്ങളിൽ ആരെയായിരിക്കും പൂജിക്കുന്നത്? നമുക്ക് വിദ്യ ഒക്കെ തരുന്ന വിദ്യാദേവി ഉണ്ടല്ലോ. ആരാണ്? സരസ്വതി ദേവി. അപ്പോൾ സരസ്വതി ദേവിയാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ പൂജിക്കുന്നത്. അപ്പോൾ അതിൽ 9 പകല്, രാത്രി 10 പകല്, ഇങ്ങനെയാണ് ഈ ആഘോഷം വരുന്നത്. 9 രാത്രി 10 പകല്. അതിലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ നമ്മളിവിടെ കൊണ്ടുവരുന്നത്, കേരളത്തിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അഷ്ടമി, നവമി, ദശമി, ഇങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെയാണ് 10 ദിവസവും വിവിധ തരത്തിലുള്ള ആഘോഷങ്ങൾ. പിന്നെ അത് രാവണനെ പറ്റിക്കൊണ്ടുള്ള ചില കഥകളുണ്ട്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രാവണൻ്റെ ഈ പ്രതിമ കത്തിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കില്ല, ഇവിടെ ഇല്ല. അപ്പം ഇവിടെ നമ്മൾ ഈ 3 ദിവസമാണ് അതിവിശേഷമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിന് ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, അഷ്ടമി. ആ ദിവസങ്ങളിൽ 3 ദിവസം
പിന്നെ നവമി, ദശമി എന്നീ 3 ഇതായിട്ടാണ് ആഘോഷിക്കുന്നത്. 9 ദിവസവും മത്സ്യമാംസങ്ങൾ കുട്ടികൾ കഴിക്കാറില്ല. എന്നാൽ ഈ 9 ദിവസവും കേരളത്തിൽ വലിയ ആഘോഷമില്ലെങ്കിലും ഒരു 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 പ്രത്യേക നൊയമ്പ് രൂപത്തിൽ കുട്ടികൾ നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞാലോ ഈ കഴിയുന്ന അവസാനത്ത് നമ്മൾ പുസ്തകങ്ങളോ പണിയായുധങ്ങളോ നൃത്ത സാധനങ്ങളോ കൊണ്ടുപോയിട്ട് പൂജയ്ക്ക് വെച്ചാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ആ ഏതെല്ലാം ദിവസങ്ങളിലാണ് ഈ സാധനം കൊണ്ടുവെക്കുക? നമ്മൾ അഷ്ടമി, നവമി, ദശമി ഈ 3 ദിവസങ്ങളിലായിട്ടാണ് പുസ്തകങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ വെക്കുന്നതും എടുക്കുന്നതും. വിജയദശമി ദിവസത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പുസ്തകങ്ങൾ പുറത്തേക്ക് എടുത്ത് വെച്ച പുസ്തകങ്ങൾ പൂജിച്ചതിന് ശേഷം പ്രസാദവും പുസ്തകം കിട്ടും. എല്ലാ കുട്ടികൾക്കും ആര് കാണുന്നപ്പോൾ വെച്ചവർക്കൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അതാണ് സാധാരണ രീതിയിൽ ക്ഷേത്രങ്ങളിലും ഇതിലൊക്കെ ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ അഷ്ടമി, നവമി, ദശമി എന്നീ ദിവസങ്ങളിൽ യഥാക്രമം നമ്മൾ ദുർഗാദേവിയെയും മഹാലക്ഷ്മിയെയും സരസ്വതിയെയുമാണ് പൂജിക്കുന്നത്. ഈ 3 ദിവസങ്ങളിൽ 3 ദിവസമല്ലേ അവസാനം പൂജ. അത് കഴിഞ്ഞാലാണ് നമ്മൾ വിജയദശമി ദിവസമാണ് പുസ്തകമെടുത്ത് പുറത്തേക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ കൂടുതൽ നമ്മൾ കുറച്ച് പ്രസാദവും അതിലും പഴം കാര്യങ്ങളൊക്കെ ഉള്ള കൊടുക്കുക. വലുതായിട്ട് പ്രസാദങ്ങൾ പലതും കൊടുക്കുന്ന ക്ഷേത്രങ്ങളും മറ്റുള്ള ഉണ്ട്. അത് യഥാശക്തി മഹാബലം എന്ന് പറഞ്ഞ മാതിരി ഓരോ ആളുകളും പല രൂപത്തിലാണ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ മറ്റേതിൽ കിടക്കാം. ഇനി നമ്മൾ രൂപം മാറുകയാണ്. വേറെ ഒരു കഥ ഇതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് ഇത് മറ്റുള്ള രൂപത്തിലേക്ക് ഒന്നും കൂടി പറയാം. ഈ പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ കുന്തിദേവി, അർജുനൻ, നകുലൻ, സഹദേവൻ, ഭീമൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ കുന്തി അമ്മ, അവരുടെ മക്കളായിട്ടുള്ള ഇങ്ങനെ ആളുകൾ കൂടി ഇങ്ങനെ കാട്ടിൽ പോകേണ്ട ഒരു യോഗമുണ്ട്. ആ വിധിപ്രകാരം അവർ കാട്ടിലിങ്ങനെ സഞ്ചരിക്കണം. കാട്ടിലിങ്ങനെ കുറച്ച് പോയ സമയത്ത് ഇവർക്ക് ഭയം തുടങ്ങി. അപ്പോൾ പോകുമ്പോഴേ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? വനദേവത ഇങ്ങനെ മനസ്സിലിങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ രക്ഷപ്പെടണേ, 12 കൊല്ലമാണേ ഞങ്ങൾ എങ്കിലും രക്ഷപ്പെട്ട് പോരണ്ടേന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. ദേവിയെ ദേവിയെ ദേവി ഞങ്ങളിങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകാൻ തുടങ്ങി. സാധനമൊക്കെ ആയിട്ട് ഇവരുടെ വലിയ കെട്ടുകളൊക്കെ ഇല്ലേ, ചെറിയ എല്ലാവരും കൂടി ആ കെട്ടുകളൊക്കെ കൂടി എടുക്കുമ്പോൾ ഒരു വലിയ കെട്ടായി മാറില്ലേ, ഇതും കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം ആ ഇവർ ചെയ്തു. അവിടെ കണ്ട ഒരു വന്യമരമുണ്ട്. ആ വന്യമരത്തിൽ കണ്ട ഒരു പൊത്ത് എന്ന് പറഞ്ഞാൽ ഒരു ആഴം അതിൻ്റെ അടിയിലേക്ക്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിവിടെ കുട്ടികളൊക്കെ കുറച്ചുകൂടി മുതിർന്ന നമുക്കൊക്കെ കാണാം. ഈ തെങ്ങിൻ്റെ മുകളിൽ ഒക്കെ കൂടുതൽ കാണുന്ന പൊത്തുകളുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ മൈനയെ, ഈ തത്തക്കുട്ടികളെ ഇങ്ങനെയൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നത് ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നെ നാട്ടിലൊക്കെ തന്നെ കാണാമല്ലോ. അപ്പോൾ അതേമാതിരി മണ്ണിലുണ്ടാവാം, മതിലിൻ്റെ മുകളിലുണ്ടാവാം. മതിലിൻ്റെ മുകളിൽ പണ്ട് നമ്മുടെ നാടൻ ആളുകളൊക്കെ ഈ ചക്കക്കുരുവില്ലേ, ഈ ചക്കക്കുരുവൊക്കെ ഈ മണ്ണിൻ്റെ അതേമാതിരി വലിയ പൊത്തിലേക്ക് വെച്ചിട്ട് ഈ കുറേ മണ്ണുകളൊക്കെ ഇട്ട് വെച്ചിട്ട് ഇന്നിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന മാതിരി തന്നെ അന്ന് ഈ ഇതിലേക്ക് വെച്ചിട്ട് ഒരു വർഷം ഉപയോഗിച്ചിട്ട് ഒരു കേടും കൂടാതെ ഈ മണ്ണിലേക്ക് വെച്ചിട്ട് വേറെ മണ്ണിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നാലും വേണ്ടല്ലോ. ഇതിനകത്ത് അത് കഴിഞ്ഞാൽ ഇവർ മഴക്കാലം ഒന്നും കിട്ടാനുള്ള സമയമുണ്ടല്ലോ. ആ സമയത്ത് ഇതെല്ലാം മാറ്റി എടുത്തിട്ടാണ് ചക്കക്കുരു കൊണ്ട് ഉപ്പേരി കറിയും കൊടുക്കുക. ഇതൊക്കെ കുട്ടികൾ കിട്ടുമ്പോൾ നാളെ ഇനി വേറെ ഇതേമാതിരി പല കഥകളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഫ്രിഡ്ജിന് പകരം ഉപയോഗിക്കാൻ കൂടി ഇത്തരം മാളങ്ങൾ ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ പൊത്തിനകത്ത് ഇവരുടെ സാധനമൊക്കെ കൂടി ഉള്ളിൽ വെച്ച് ഒളിപ്പിച്ച് വെച്ച് ഇവർ വീണ്ടും പോവുക. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കഥ പറഞ്ഞും തമാശ പറഞ്ഞും ദേവി വിളിച്ചും ഇങ്ങനെ ഓരോന്നുമായിട്ട് ഇങ്ങനെ കാലം കഴിച്ച് 12 കൊല്ലം തികഞ്ഞു. അപ്പോഴാണ് അവർ നേരെ തിരിച്ചു വരിക. ഇതുവരെയായേ ഇനി അവർ കാണരുതേ, ഇനി കുറച്ച് ദിവസമല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരിക. അങ്ങനെ വന്ന് സുമാറ് ഒരു ദിവസം തീരെ അപ്പോഴവിടെ അങ്ങനെ വന്യമരത്തിൻ്റെ മുകളിൽ വന്ന് സാധനങ്ങളെ കൊടുത്തു. ദിവസമെല്ലാം കഴിഞ്ഞു, പഠിക്കാൻ പറ്റും. അങ്ങനെ എടുത്തിട്ട് ഒരു സാധനങ്ങളൊക്കെ പൂജയ്ക്ക് വെക്കുക. അവിടെ ഇരുന്നിട്ട് ഈ ദേവീനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുക. ശക്തി ഒന്നും ശക്തി ദേവീനെ പ്രാപിച്ചു.
വിദ്യ വേണം, രക്ഷതരണം, സംരക്ഷണം തരണം, ഇങ്ങനെ എല്ലാ പരിപാടിയായിട്ടുള്ള ഓരോ ദുർഗ, മഹാലക്ഷ്മി, സരസ്വതി, ഇങ്ങനെ എല്ലാത്തിനും വിളിച്ചുകൊണ്ട് ഒരു പൂജ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ എടുത്ത് എല്ലാവർക്കും തമ്മിലൊക്കെ തന്നെ ജീവക്കളെയൊക്കെ കഴിച്ച് ഭഗവാനും ദേവിനെയൊക്കെ വിളിച്ച് രക്ഷപ്പെട്ട് സന്തോഷത്തോടെ ഇങ്ങനെ വരിക. അപ്പോൾ അതിനെന്താണ് ഈ ആയുധങ്ങളാണല്ലോ അവർ വെച്ചുകൂടെ. അവിടെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ എന്താണ് അത് തന്നെയാണ് പറയുന്നത്. ആയുധങ്ങൾ വെച്ച് പൂജ നടത്തി. അവിടെ നവരാത്രി ആഘോഷമായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് ആയുധ പൂജ ഉത്സവം. ഈ നവരാത്രി ദിവസം തന്നെയാണ് ഈ ആയുധ പൂജ എന്നും പറഞ്ഞത്. കാരണം ഈ ദിവസങ്ങൾ തന്നെയാണ് അഷ്ടമി, നവമി, ദശമിയാണ്. ഇവിടെ വിജയം വരുന്നുണ്ട്, വിജയത്തിൽ ഇവിടെ ആരും പിടിക്കാതെ വരികയാണ്. ഇവരെ സംരക്ഷിച്ച കഥ വരുന്നുണ്ട്, ശക്തി വരുന്നുണ്ട്. അപ്പോൾ ശക്തിയും തന്നെയാണ് ഈ ഉത്സവം, നവരാത്രി ഉത്സവത്തിൻ്റെ മെസ്സേജ് ചുരുക്കി പറഞ്ഞാൽ. എന്താ വെച്ചാൽ ഇതിൻ്റെ കാരണം, ഇതിലുള്ള ഒരു കാരണം, ഇതുണ്ടാവാനുള്ള കാരണം എന്താണ്? ഈ കഥ വിജയം, ശക്തി, ദേവി, ഇതൊക്കെ തന്നെ ഇന്ന് മനസ്സിലാക്കിയാൽ മതി കുട്ടികളെ. പോരെ, ഇനി അടുത്ത ദിവസം വേറൊരു കഥ പറഞ്ഞുതരാം.